+2 കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക, സ്വന്തമായിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, സ്വന്തമായിട്ട് എന്തെങ്കിലും ഏൺ ചെയ്യാന്നൊരു മൈൻഡ് സെറ്റിലാണ്. ഡിഗ്രി നമുക്ക് സമ്മാനിക്കുന്നത് ഒരു എഡ്യൂക്കേഷനേക്കാൾ ഉപരി വേറെയും പല കാര്യങ്ങളുണ്ട്. ഡിഗ്രി സർട്ടിഫിക്കറ്റിനാണോ വാല്യൂ വരുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിനാണോ വാല്യൂ വരുന്നത്? ഹായ് ഗൈസ്, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇന്നത്തെ കാലത്ത് എല്ലാവരും ചിന്തിക്കുന്ന, അതല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അത് നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്ത് തരുന്നത്, നമ്മുടെ കൂടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ സ്വന്തം ട്വിൻസ് ബ്രദേഴ്സാണ്. അപ്പോൾ നമുക്ക് അവരെ ആദ്യം തന്നെ ഈ പോഡ്കാസ്റ്റിലോട്ട് വെൽക്കം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമ്മൾ കോമൺ ആയിട്ട് കേട്ട് വരുന്ന ഒന്നാണ് എന്ത്, 3 വർഷം ഡിഗ്രിക്ക് കോളേജിൽ പോയിട്ട് പഠിക്കുന്നത്. ചിലരെന്താണ് +2 കഴിഞ്ഞ പാടെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ 2 രീതിയിലുള്ളതും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? അതായത് 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് കോളേജിൽ പോയി ഡിഗ്രി ചെയ്യുന്നതാണോ ബുദ്ധി, അതല്ലെങ്കിൽ +2 കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു ജോബിലോട്ട് എൻ്റർ ചെയ്യുന്നതാണോ? ഏതാണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അറിയിക്കാമോ? ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പണ്ടത്തെ കുട്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ +2 കഴിഞ്ഞാലും പിന്നെ എന്തെങ്കിലും ജോബ് അങ്ങനെയൊന്നും തിങ്ക് ചെയ്യില്ല. +2 കഴിഞ്ഞ് പിന്നെ ഡിഗ്രി PG ആ ഒരു ലെവലിൽ അത്രയും സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ മെയിനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ ഈ ഒരു നമുക്ക് ആഫ്റ്റർ കൊറോണ എടുത്ത് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും +2 കഴിഞ്ഞ ഉടനെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക, സ്വന്തമായിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, സ്വന്തമായിട്ട് എന്തെങ്കിലും ഏൺ ചെയ്യാന്നൊരു മൈൻഡ് സെറ്റിലാണ്. ഒരുപക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കുട്ടികൾ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡിഗ്രി എടുക്കുന്നത്. ഇനിയിപ്പോൾ റെഗുലർ പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും എന്തെങ്കിലും പാർട്ട് ടൈം ജോലി എടുക്കുക, അങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുക, ഏൺ ചെയ്യുക, പെട്ടെന്ന് തന്നെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ്. ഓക്കെ, ഒരുപക്ഷെ നോക്കുകയാണെങ്കിൽ ഡിഗ്രിയേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഫോക്കസ് കൊടുക്കുന്നുണ്ടാവുക ജോബിൽ ഏൺ ചെയ്യുന്നതിലൊക്കെ ആയിരിക്കും. ഓക്കെ, ഇതിൽ ആൾ പറഞ്ഞതെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ തലമുറ അങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം ഒരു 3 വർഷം മുഴുവൻ ഒരു ഡിഗ്രിക്ക് പോയി ആ ഒരു വർഷം കളയുന്നേക്കാൾ നല്ലത് പെട്ടെന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യല്ലേ എന്നുള്ളൊരു തോട്ട് സ്വാഭാവികമായിട്ടും ജെൻസി പിള്ളേരല്ല ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് വരുന്നുള്ളത് സ്വാഭാവികമാണ്. ഓക്കെ, മിഥിലാജി, ഷമൂൻ, നിങ്ങൾ പറഞ്ഞതെല്ലാം വളരെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഇപ്പം നിലവിൽ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ അവിടെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിനാണോ വാല്യൂ വരുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിനാണോ വാല്യൂ വരുന്നത്? ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗൂഗിള്, ആപ്പിള് പോലത്തെ കമ്പനികളൊക്കെ ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ എത്രത്തോളം സർട്ടിഫിക്കറ്റുള്ള ആളാണ്, എത്രത്തോളം എഡ്യൂക്കേഷൻ ഉള്ള ആളാണ്, അത് മാത്രമല്ല മെയിനായിട്ട് നോക്കുന്നത്. ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റിലല്ല ഒരാളെ അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത്, മെയിനായിട്ടും സ്കില്ലിലാണ്. ഇപ്പോൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെയിനായിട്ടും സ്കില്ലിനെ ബേസ് ചെയ്താണ്. ജസ്റ്റ് ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് പഠിച്ചുകൊണ്ടോ മാത്രം കാര്യമില്ല. അപ്പോൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പഠനം ഓക്കെ, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ കൂടെ ജസ്റ്റ് എഡ്യൂക്കേഷൻ മാത്രം അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് മാത്രം ഉണ്ടാകുന്ന കാര്യമല്ല, അതിൻ്റെ കൂടെ മസ്റ്റായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് സ്കില്ല്. അപ്പോൾ എഡ്യൂക്കേഷൻ പ്ലസ് സ്കില്ല് ആർക്കാണുള്ളത് അവർക്കാണ് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഇതിപ്പോൾ ആൾ പറഞ്ഞത് ഫുള്ളായിട്ടും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ 3 ഇയർ ഡിഗ്രി അല്ലെ 4 ഇയർ ഡിഗ്രി എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു സിലബസ് കവർ ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് എഡ്യൂക്കേഷൻ, ആ ഒരു സംഭവം മാത്രമല്ല. ഈ ഡിഗ്രി നമുക്ക് സമ്മാനിക്കുന്നത് ഒരു എഡ്യൂക്കേഷനേക്കാൾ ഉപരി വേറെയും പല കാര്യങ്ങളുണ്ട്. മെയിനായിട്ടും പറയുകയാണെങ്കിൽ പല എക്സ്പീരിയൻസുകൾ, അതുപോലെ ഓരോ ഡിഗ്രി ഇപ്പോൾ കോളേജുകളിൽ തന്നെയുള്ള ഓരോ ഓർഗനൈസേഷൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഹെഡ് ആവുക, അതിൻ്റെ ക്യാപ്റ്റൻ ആവുക, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടും. കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റു പല കാര്യങ്ങളിലും അവർക്ക് ഒന്നുകൂടെ ബോൾഡ് ആവാനും കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അവർക്ക് ഡെവലപ്പ് ചെയ്യാനും ഈ പറഞ്ഞതുപോലെ സ്കില്ലുണ്ടാവണമെങ്കിലും ഇതും വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, ഈ ഒരു 3 ഇയർ ഇങ്ങനെ കിട്ടുക എന്നുള്ളത്. ശരിക്കും ഡിഗ്രിയോടൊപ്പം തന്നെ ജോബ്, ഡിഗ്രി ഫുള്ളി നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല. അതെ, ഡിഗ്രി ഫുള്ളി നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു കാര്യം. ഓക്കെ, 2 പേർക്കും 2 അഭിപ്രായങ്ങളാണ്. ഓക്കെ, അപ്പോൾ എനിവേ 2 ഭാഗം ക്ലിയർ ആണ്. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഒരുപാട് ഡിഗ്രീസ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ്. യെസ്, അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചെറിയൊരു ക്ലാരിറ്റി എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. എനിവേ, ഷമൂൻ, മിഥിലാജ്, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ.